പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം 103 സങ്കീർത്തനത്തിൽ 8 തിരുലിഖിതമാണ്. സങ്കീർത്തനം 103:8. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വേദനയേറുന്ന ഓരോ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പം ഒരുപാട് തകർന്ന ജീവിതങ്ങളെ കരുണയോടെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഒരു അനുഭവമാണ് അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ കർത്താവ് ചൊരിയുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും അഭിഷേകാഗ്നിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ ചില ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും എനിക്ക് നിങ്ങളോടൊപ്പം എത്താൻ സാധിക്കുന്നില്ല. എങ്കിലും സുവിശേഷ ശുശ്രൂഷയിൽ സന്തത സഹചാരിയായ ബഹുമാനപ്പെട്ട ബിനോയ് കൈമരുതുങ്ങളച്ചൻ വളരെ മനോഹരമായി ആ ഒരു കുറവ് പരിഹരിച്ച് നിങ്ങളോടൊപ്പം എല്ലാ ഞായറാഴ്ചയും ഉണ്ട്. വലിയൊരു അനുഗ്രഹമാണ് അച്ഛനെ കർത്താവ് നമുക്ക് നൽകിയത്. കർത്താവിന് ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഹൃദയപൂർവ്വം നമുക്ക് കർത്താവിന് നന്ദി പറയാം. അല്ലെങ്കിൽ അഭിഷേക ശുശ്രൂഷ മുടങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ബിനോയിച്ച് ഉള്ളതുകൊണ്ട് അത് ബിനോയിച്ച് സന്തോഷത്തോടെ അച്ഛൻ ഞാനത് സഹായിക്കാം, അച്ഛനത് മേക്കപ്പ് ചെയ്ത് അച്ഛൻ എല്ലാ ഞായറാഴ്ചയും കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ചാണ് നമ്മളോട് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് മുടക്കം കൂടാതെ എല്ലാ മക്കളും അഭിഷേകനിയിൽ ബഹുമാനപ്പെട്ട ബിനോയിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ നല്ല വിധത്തിൽ പങ്കുചേർന്ന് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപകളും ബോധ്യങ്ങളും മാനസാന്തരങ്ങളും അഭിഷേകങ്ങളും ആ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ അഭിനയിച്ചൻ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവ് ചൊരിയുന്നുണ്ട്. കർത്താവിന് നമുക്ക് നന്ദി പറയുക, അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യമുണ്ട്. എവിടെ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നുവോ അവിടെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യമുണ്ട്. എവിടെ ദൈവമക്കൾ ഒരുമിച്ച് കൂടി യേശുവിൻ്റെ നാമത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നുവോ അവിടെ യേശു ക്രിസ്തു ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ എൻ്റെ മകന് സാവിയോന് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. മകൻ്റെ പേരെന്താ? സാവിയോ. 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 സാവിയോ 2013 തൊട്ട് സാവിയോ 6 വയസ്സുള്ളപ്പോൾ അവന് തലയിലൊരു ഭാഗം 2-3 ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പെട്ട ഓരോ ഭാഗത്ത് വലിയൊരു വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് പല ഡോക്ടർമാരെയും ആയുർവേദം ഹോമിയോ എല്ലാം കാണിച്ചു. പക്ഷെ ഒരു കുറവുണ്ടായില്ല. 5 കൊല്ലമാണ് അതിൻ്റെ പീഡ ഉണ്ടായിരുന്നത്, വിഷമം ഉണ്ടായിരുന്നത്. 5 വർഷമായിട്ട് ഈ കുട്ടിയുടെ തലയിൽ നിന്ന് മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോയി. ഇതേമാതിരി തലയിൽ പല സ്ഥലത്ത് അല്ലേ, ഒരു സ്ഥലത്തല്ലോ അല്ല, പല ഭാഗങ്ങളിലായിട്ട് ഈ കൈൻ്റെ വട്ടത്തിൽ തന്നെ നല്ല വലിപ്പത്തിൽ വരും. അങ്ങനെ കുറെ മരുന്ന് കാണിച്ചിട്ട് ഒരു കുറവില്ല. 5 കൊല്ലായിരുന്നു. പൂപ്പല് പിടിച്ചിരിക്കുകയാണ്, ഫംഗസ് ആണെന്നാ പറഞ്ഞത്. തലയിൽ ഫംഗസ് പിടിച്ചിട്ട് വട്ടത്തിൽ മുടികൾ ഇങ്ങനെ ഒരു വട്ടത്തിലൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ പൂപ്പൽ പിടിച്ച് പല സ്ഥലത്തും മുടി പോയി. ഇങ്ങനെ തലയിൽ ബുദ്ധിമുട്ടായിരുന്നു കുട്ടിക്ക്. 5 വർഷമായി വിഷമിക്കുക. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സങ്കടമായിരുന്നു, കുഞ്ഞിനിങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു വിഷമമായി. എൻ്റെ മോൻ്റെ സ്ഥിതി ഇങ്ങനെ ആയല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞൊരു. അങ്ങനെ 2018 ദൈവശബ്ദ കൺവെൻഷൻ, അഭിഷേകാഗ്നി അല്ലേ, തൃശ്ശൂർ ദൈവശബ്ദത്തിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുകയായിരുന്നു 2018. ഓക്കെ. അപ്പൊ ഞാൻ പോയിരുന്നു. പക്ഷെ ഇവനെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അവസാനത്തെ ദിവസം ഇവൻ അമ്മമ്മയുടെ അടുത്ത് നിർത്തിയപ്പോൾ ധ്യാനത്തിനൊക്കെ ആണെങ്കിൽ വരില്ല.
അപ്പോൾ ഞാൻ ഒരു സൂത്രം പറഞ്ഞു അവനെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ മുടി അസുഖം മാറണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് സിനിമയ്ക്ക് കൊണ്ടുപോകാന്നാണ് ശരിക്കും പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് എടുത്തു അവനെ. സിനിമയ്ക്ക് കൊണ്ടുപോകാം, ഹോട്ടലിൽ കയറാം, ഡോക്ടറെ കാണാം, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കുടുംബസമയം തന്നെ പോയി. അപ്പം എല്ലാവരും ഇവൻ്റെ ഈ തലയ്ക്കൊരു സുഖം കിട്ടണം, തലയ്ക്ക് മുടി സൗഖ്യം കിട്ടണം എന്ന് ചേട്ടന്മാരും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ധ്യാനത്തിന് വന്നു. അപ്പോൾ ഇവൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഡോക്ടർ ഇരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടറെ അടുത്ത് കൂടുതൽ ആൾ പറഞ്ഞ ഡോക്ടറാ, ഇത്രയും ആളുകളുണ്ട് പറഞ്ഞു. അപ്പോൾ ഇവൻ ചോദിച്ചു എന്താ ഇത്രമാത്രം ആളുകളുണ്ട് നമ്മൾ പോയിരിക്കണേന്ന് പറഞ്ഞു. ഈ ഡോക്ടറെ അടുത്ത് തിരക്ക് കൂടുതലാന്ന് ഇവർ പറഞ്ഞു. അന്ന് അവന് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2006 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ അസുഖമാണ്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ചോദിച്ചു ഇവിടെ എവിടെയാ ഈ ഡോക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ്. അപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു, അത്രയധികം ആളുകളാണ്. അപ്പോൾ ഏറ്റവും മുന്നിലാണ് ഡോക്ടർ ഇരിക്കണേ. ഇത് കഴിഞ്ഞ അൾത്താരയിൽ ദിവികാരൻ രൂപത്തിൽ ഡോക്ടർ അവിടെ ഏറ്റവും ഫ്രണ്ടിൽ അവിടെ സ്ഥലത്താണ് ഡോക്ടർ ഇരിക്കുന്നത്. അവസാനമാകുമ്പേ വരുള്ളൂ ഡോക്ടർ അവിടെ ഇരിക്കണ്ട. അപ്പോൾ അവൻ സ്ക്രീനിൽ ഡോക്ടർ അച്ഛനെ കണ്ടു. പക്ഷെ അവൻ വെള്ളം ഉടുപ്പിട്ടായതുകൊണ്ട് അവന് ഡോക്ടർ തന്നെയാണെന്ന വിചാരം. അപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ പറഞ്ഞ ആരാധന സമയത്ത് ഞാൻ കണ്ണീരൊഴുക്കി കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആരാധന സമയമായപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച സമയത്ത് അമ്മ പറഞ്ഞു ഡോക്ടർ അടുത്ത് എത്തിക്കഴിഞ്ഞു. അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെ കർത്താവ് ഈശോ തലയെ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്, അവൻ്റെ മുടി സംബന്ധമായ അസുഖങ്ങൾ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ മുടി സംബന്ധമായി ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിച്ചു ഇതെൻ്റെ മോനെ തന്നെയാണ്. പക്ഷെ രാത്രി ഒരുപാട് ഞങ്ങൾ അങ്ങനെ പോയി. പിറ്റേ ദിവസം അതെനിക്കിങ്ങനെ ഓർമ്മ വന്നില്ല. പക്ഷെ ഇവൻ പിറ്റേ ദിവസം കുളിച്ച് സ്കൂളിൽ പോകാൻ തയ്യാറായപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, കുളി കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ അടയാളങ്ങളൊന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി മുടി തോർന്ന് തലേ തോടുമ്പോൾ പണ്ട് ഇങ്ങനെ വട്ടത്തിൽ പൂപ്പൽ പിടിച്ച് മുടിയില്ലാതിരുന്ന ഭാഗമൊക്കെ നിറച്ച് മുടി. ഒരു തുണ്ട് ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര വിഷമാണ്. ആളുകൾ എവിടേക്ക് കൊണ്ടുപോകാനും പറ്റാത്ത പോലെ തല നിറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുടി വെട്ടിയിരുന്നില്ല, മുടി വെട്ടാൻ മാതിരിയായിരുന്നു സ്ഥിതി. എവിടേക്ക് അങ്ങനെ 2018 അതുകൊണ്ട് ഒരു കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ പറ്റില്ല, ബന്ധുവീട്ടിൽ കൊണ്ടുപോകാൻ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ആളുകൾ ഈ തല ഇങ്ങനെ കണ്ടിട്ട് ചോദിക്കും. അതുപോലെ ഫംഗസ് പിടിച്ചിരിക്കുകയായിരുന്നു. 2018 അങ്ങനെ സുഖം പ്രാപിച്ചു. അവനോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ അങ്ങനെ കുളിച്ച് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല, ഫുള്ള് മുടി സുഖം പ്രാപിച്ചു. പിന്നെ ഇതുവരെ കുഴപ്പമില്ല. ഇല്ല. വിൻസെന്റ് എന്താ പറഞ്ഞു? വിൻസെന്റ് ആണ് ഇതിന്റെ വിശദാംശങ്ങൾ അറിയാവുന്ന. വിൻസെന്റ് എന്താ സംഭവം? അമ്മച്ചിയുടെ കണ്ണുനീരെന്ന് പറഞ്ഞാൽ അത്രയും വലിയ കണ്ണുനീരായിരുന്നു. പല ഡോക്ടർമാരും കാണിച്ചിട്ട് ഈ രോഗത്തിന് ഒരു അവസാനമില്ല, എന്ത് മരുന്ന് ചെയ്തിട്ട് ഒരു അവസാനം. ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞോ? ഡോക്ടർമാർ ചികിത്സയെ കുറിച്ച് എന്താ പറഞ്ഞത്? ചികിത്സ പറഞ്ഞു ഇതിനി മറ്റുള്ളവർക്ക് പകരും കൂടിയാണ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ പകരും. ഇത് തീരുമെന്ന് വിചാരിക്കണ്ട, കൂടുതലാതെ കുറയില്ല, മറ്റുള്ളവർക്കും കൂടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും കൂടെ കിട്ടി പകരുമെന്ന് പറഞ്ഞു. മുടി കുറച്ചും കൂടി ഇനി പോവന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒട്ടും കുറയുന്നു വിചാരിക്കും. ഈ അമ്മ കണ്ണുനീരിൽ കുതിർന്നുള്ള പ്രാർത്ഥനയല്ലേ ഈ പ്രാർത്ഥനയിൽ. ഈ ദൈവശബ്ദം കൺവെൻഷൻ വന്ന അവസാന ദിവസം ഈ മോനെ എങ്ങനെയെങ്കിലും ഈ ഹാളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി കിട്ടിയാൽ മതി, ചായ മേടിക്കാം, സിനിമ കാണിച്ചു തരാം, അതുപോലെ മസാല ദോശ ഇതൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് അത്രയധികം വിഷമിച്ചിട്ടാണ് അമ്മച്ചി ആ മോനെ കൊണ്ടുപോകുന്നത്. ഈ അമ്മയ്ക്ക് അൾത്താരയിൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞ ദിവികാരുണ്യ ഈശോയിൽ ഭയങ്കര വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെ ജീവിക്കുന്നവനായ യേശു പ്രസന്റാണ്, സന്നിഹിതനാണ്. എവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥനയും ആരാധനയും നടക്കുന്നു അവിടെ ഈശോ പ്രസന്റ്, സന്നിഹിതനാണ്. എവിടെ യേശുവിനെ സഭ ഒരുമിച്ച് കൂടി, വിശ്വാസികൾ ഒരുമിച്ച് കൂടി യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവിടെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ ദൈവശക്തി വെളിപ്പെടുത്തുന്നു, ഇറങ്ങി വരുന്നു. ദൈവികമായ ഇടപെടലുകളും അത്ഭുതങ്ങളും അവിടെ നടക്കുന്നു. ഇന്ന് ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കോൺവെൻറ്റുകളിലും പള്ളികളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കുറച്ചു നേരം നമ്മൾ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഈ സമയം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. അന്ന്
ജോയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 28-29 തിരുലിഖിതങ്ങളിൽ കർത്താവ് വാഗ്ദാനം ചെയ്തു, ആ നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും, എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിന് നൽകാവുന്ന അസ്ഥിതമായ സ്വർഗീയ ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ സ്വീകരിക്കുക, 2 കരങ്ങൾ ഉയർത്തുക. യേശുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയം തുറക്കുക. 2 കരങ്ങൾ ഉയർത്തുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വാഗ്ദാനം പോലെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഇപ്പോൾ അങ്ങനെ സ്വർഗീയ ദാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടുന്ന് പകരണമേ. 2 കരങ്ങൾ ഉയർത്തി ദാഹത്തോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ആഗ്രഹത്തോടെ കൈകൾ ഉയർത്തി ദാഹിച്ച് ദാഹിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവമേ, അവിടുന്ന് കരുണ തോന്നണമേ, ദയ തോന്നണമേ, അങ്ങയുടെ ജനത്തിന്റെ മേൽ അറിവുണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം ദാഹിക്കുക. ഓരോ എളിയ പൈതലും എത്രമാത്രം എളിമപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നുവോ അവിടുന്ന് കൃപ നൽകും. വിശ്വാസത്തിൽ നിലനിൽക്കുകയാണോ, വിശ്വാസത്തിൽ നിലനിൽപ്പ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. കൃപാവരങ്ങൾ അഭിവൃദ്ധി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അനുതാപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ കുറിച്ച് ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിക്കാൻ ത്വരവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദാഹിക്കുക, ദാഹിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ. സർവ്വ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വിദ്യാർത്ഥിനികളെയും പരിശുദ്ധാത്മാവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്ഷീണിതരായ ആത്മാക്കളെ സമർപ്പിക്കുന്നു. കഠിന പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ആത്മാക്കളെ സമർപ്പിക്കുന്നു. മദ്യപാന പീഡയിലിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവരെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ സമർപ്പിക്കുന്നു. കഠിനമായ ദുഃഖത്തിലും വിഷമത്തിലേക്ക് സമർപ്പിക്കുന്നു. ആത്മഹത്യ പ്രവണതയിലിരിക്കുന്നവരെ വിടിവിക്കണമേ. സങ്കടങ്ങളിരിക്കുന്നവരെ മോചിപ്പിക്കണമേ. വലിയ സാമ്പത്തിക കടബാധ ഇരിക്കുന്നവരെ രക്ഷിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പാവപ്പെട്ട എളിയ മക്കളിൽ നിറയണമേ. പാവപ്പെട്ട എളിയ മക്കളോട് കരുണയാകണമേ. പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കണമേ. വചനം കേൾക്കാൻ സഹായിക്കണമേ. വചനം കേൾക്കാൻ സഹായിക്കണമേ. കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം നൽകണമേ. ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം നൽകണമേ. വിശ്വാസം നൽകണമേ. അഭിഷേകം നൽകണമേ. സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞ് നമ്മൾ ഈ ഉത്ഥാന തിരുനാൾ, ഈശോയുടെ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 103-ാമത്തെ സങ്കീർത്തനത്തിലെ ഏതാനും വചനങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. 103-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വചനമാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. 103-ാമത്തെ സങ്കീർത്തനത്തിലെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ. സ്വന്തം ആത്മാവിനെ വിളിക്കണം. എൻ്റെ ആത്മാവേ എന്നോട് തന്നെ പറയുക, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ, നീ അവിടുത്തെ സ്മരണയിൽ എപ്പോഴും അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എത്രയോ അനുഗ്രഹമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് തുടർന്ന് വാക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. എൻ്റെ ആത്മാവേ, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. എൻ്റെ ആത്മാവേ, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. നമ്മളെ തന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്യണം. നമ്മുടെ ആത്മാവിനെ ഉണർത്തണം. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം. എൻ്റെ ആത്മാവേ, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത്. ദൈവത്തെ വാഴ്ത്തുക എന്ന് പറഞ്ഞ ആന്തരിക മണ്ഡലങ്ങളെ ഉണർത്തിയെടുക്കണം. അതിനുശേഷം 103-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യം അവിടെ എങ്ങനെയാണ് പറയണത്? അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും. കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച്, കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ച് പോവുകയാണ് ആ അധ്യായത്തിൽ. അങ്ങനെ 103-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യം വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് പല വിശേഷണങ്ങൾ പറയും. ഏറ്റവും ടോപ്പ് വിശേഷണം അവിടെ കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് വായിക്കുന്നത്? സങ്കീർത്തനം 103:8, Psalm 103:8. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാത്രേ. കർത്താവ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവിനെ കുറിച്ചുള്ള ഒരുപാട് വിശേഷണങ്ങളുണ്ട്. കർത്താവ് നല്ലവനാണ്, സർവശക്തനാണ്, അവിടുന്ന് ആദിയും അന്തവുമാകുന്നു, ആൽഫയും ഒമേഗയുമാകുന്നു. ഇങ്ങനെയൊക്കെ വിശേഷണമുണ്ട്. ഏറ്റവും പരമോന്നതമായ കർത്താവിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു പ്രബോധനമാണ്, ഒരു വിശേഷണമാണ്. കർത്താവ് ആർദ്രഹൃദയനാണ്, കർത്താവ് ക്ഷമാശീലനാണ്, ക്ഷമാശീലൻ, കാരുണ്യവാൻ. ദൈവം കാരുണ്യവാൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുന്ന, ചിന്തിക്കുന്ന കാലഘട്ടമാണിത്. ഉയർപ്പ് തിരുനാൾ തൊട്ടുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം. ദൈവകരുണയുടെ തിരുനാൾ ദിവസം മാത്രം പോരാ, ശരിക്കും ഉത്ഥാനം ചെയ്ത കർത്താവിനെ ആരാധിക്കുന്ന ഓരോ പൈതലും എല്ലാ ദിവസവും സ്വന്തം ആത്മാവിനെ വിളിച്ചാൽ എൻ്റെ ആത്മാവെ കർത്താവിൻ്റെ അനുഗ്രഹം ഒന്നും മറക്കരുത്, അവിടുത്തെ കരുണയെ നീ ധ്യാനിക്കണമെന്ന് പറയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് ഞാൻ നിങ്ങളിത് പറയുമ്പം എൻ്റെ പ്രിയപ്പെട്ട സുവിശേഷത്തിൽ ഏറ്റവും വളരെയധികം എൻ്റെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ, ഒരു പക്ഷേ നിങ്ങളൊരു വർഷമായിട്ട് സാംസൺ അച്ഛൻ്റെ സ്വരം കേട്ട് കാണില്ല, സാംസൺ അച്ഛനെ കണ്ടിട്ടുണ്ടാവില്ല. അച്ഛൻ ഒരു വർഷത്തോളമായിട്ട് പ്രാർത്ഥനയിലായിരുന്നു. അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഇവിടെ അട്ടപ്പാടിയിലുണ്ടായിരുന്നു. അച്ഛൻ ഒരു വർഷത്തോളമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഏപ്രിൽ 6-ാം തീയതി അച്ഛൻ്റെ പ്രാർത്ഥനയുടെ കാലഘട്ടം അവസാനിച്ചു. അച്ഛൻ വീണ്ടും ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സ്നേഹവാനപ്പെട്ട പട്ടായച്ചൻ പറഞ്ഞതുപോലെ ദൈവ കരുണയെക്കുറിച്ച് നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ധാരാളം ചൊരിയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം അതിൽ 12-ാമത്തെ ലിഖിതം വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും, അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂർവം പെരുമാറുകയും നിങ്ങളുടെ ദേശത്ത് തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. നമ്മുടെ ദേശത്ത്, നമ്മുടെ ഭവനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ ആയിരിക്കുവാൻ, സ്വസ്ഥതയോടെ ആയിരിക്കുവാൻ നമ്മൾ അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണെന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.
നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ എല്ലാം എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഡയറിയിൽ 1074 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു: കരുണയുടെ അഗ്നിനാളങ്ങൾ എന്നിൽ കത്തിയിരിക്കുകയാണ്. അത് മനുഷ്യ ആത്മാക്കളിലേക്ക് ചൊരിയാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അവർ അത് നിരസിക്കുമ്പോൾ ഞാൻ അത്ര വേദനിക്കുന്നു. എൻ്റെ മക്കളെ, കരുണയുടെ ഭക്തി പ്രചരിപ്പിക്കാൻ നിന്നാൽ കഴിയുന്ന വിധം സഹകരിക്കുക. നിൻ്റെ കുറവുകൾ ഞാൻ പരിഹരിക്കാം. ക്ലേശിക്കുന്ന മനുഷ്യകുലത്തോട് എൻ്റെ കരുണാർദ്രമായ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കാൻ പറയുക. ഞാൻ അതിനെ സമാധാനം കൊണ്ട് നിറയ്ക്കാം. എൻ്റെ മക്കളെ, ഞാൻ കരുണയും സ്നേഹവും തന്നെയാണെന്ന് എല്ലാ ജനങ്ങളോടും പറയുക. ഒരു ആത്മാവ് ശരണത്തോടെ എന്നെ സമീപിക്കുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം കൃപയുടെ സമൃദ്ധി ഞാൻ അതിൽ വർഷിക്കുന്നത് കൊണ്ട് മറ്റാത്മാക്കളിലേക്കും അവ ഒഴുകിയെത്തുന്നു. അതുകൊണ്ട് വിശുദ്ധ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കരുണയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവനിൽ ഉണ്ടായിരുന്ന എല്ലാ കരുണയുടെ സ്വഭാവങ്ങളും നമ്മളിലേക്ക് അവിടുന്ന് ചൊരിയും. ദൈവമക്കൾ ദൈവകരുണയിൽ നിന്ന് അകന്നു പോകുന്നത് കാണുമ്പോൾ, മക്കളെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയാണല്ലോ എന്ന് ഓർത്ത് ദൈവം കണ്ണുനീരോടെ നമ്മെ നോക്കി വിലപിക്കുന്നു എന്നാണ് വിശുദ്ധ എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണ ഓരോ നിമിഷവും നമ്മളിൽ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ആ ഒരു ദൈവ കരുണയെ നമ്മൾ മനസ്സിലാക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൽ 30-ാം അധ്യായം 18-ാമത്തെ ലിഖിതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ന് പറഞ്ഞാൽ കർത്താവ് നീതിയും കരുണയും ഉള്ള ഒരു ദൈവമാണ്. അനീതി പ്രവർത്തിക്കുന്നവനല്ല, ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, കർത്താവിന് കരുണ സ്വീകരിക്കുക. കർത്താവിൻ്റെ ആ വലിയ കരുണയെ അവഗണിച്ചു പോകുന്ന ജനത്തെ നോക്കി കർത്താവ് വിലപിക്കുകയാണ്. മക്കളെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 103:11 ലിഖിതം. സങ്കീർത്തനം 103:11. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. നമുക്ക് എത്രമാത്രം ഉന്നതമാണ് കർത്താവിന് കാരുണ്യം. ഭൂമിക്ക് മുകളിൽ ആകാശത്തോളം, നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ എത്ര അകലെയാണ് ആകാശം, അത്ര ഉന്നതമാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് ഇന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലും അത് മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഒരു യുവജന സംഗമത്തിൽ വെച്ച് ഒരു പ്രസംഗം പറഞ്ഞു. ആ പ്രസംഗത്തിൽ 1997 ജൂൺ മാസം 7-ാം തീയതിയാണ് പ്രസംഗം. ആ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഈശോയെ, ഞാനങ്ങേ ആശ്രയിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുന്നവരുടെ ഉത്കണ്ഠകളിലും ഭയങ്ങളിലും വലിയ ആശ്വാസം കാണും. ദൈവകരുണയേക്കാൾ അധികമായി മനുഷ്യന് വേറൊന്നും ഇന്ന് ആവശ്യമില്ല. അനുകമ്പാർദ്രവും ഔദാര്യം നിറഞ്ഞതുമായ ആ സ്നേഹം മനുഷ്യനെ തൻ്റെ ബലഹീനതകളിൽ നിന്ന് ഉയർത്തി ദൈവത്തിൻ്റെ അനന്തവിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. മനുഷ്യന് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി: ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കരുണ. അത് അറിഞ്ഞില്ലെങ്കിൽ അവന് എങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ പറ്റും? പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് ലോകത്തിൽ ദൈവകരുണ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സ്വാർത്ഥരായി, സ്വന്തം കാര്യം. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം സ്പർദ്ധ, അസൂയ, വഞ്ചന, കപടത, നമ്മൾക്ക് സ്വന്തം കാര്യം നോക്കി കടന്നു പോകുന്ന ദൈവമക്കളെയാണ് കാണുക. സമൂഹം മുഴുവൻ, എല്ലാ ദേശത്തും, രാജ്യം ഭരിക്കുന്നവരാണെങ്കിലും എവിടെയെല്ലാം നോക്കിയാലും ഒരു സ്വാർത്ഥതയുടെ അനുകമ്പ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് കാണാനേ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും കർത്താവിന് കരുണ നമ്മളിലേക്ക് ചൊരിയാൻ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തന പുസ്തകം 108-ാം അധ്യായം അതിൽ 4-ാമത്തെ ലിഖിതം. അങ്ങയുടെ കാരുണ്യം ആകാശത്തെക്കാൾ ഉന്നതമാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അത്ര വലുതാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവ കരുണ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രചാരകനായിരുന്നു വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ. ഉപമയുടെ അപ്പസ്തോലൻ എന്നും കൂടിയാണ് അദ്ദേഹത്തിന് വിളിക്കപ്പെടുക. വിൻസെൻ്റ് ഡി പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവജനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ നോക്കുക. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ അതിശക്തമായ ദാരിദ്ര്യം, ജനത്തിന് ഒരു നേരത്തെ ഭക്ഷണമില്ല. അവർ ഭക്ഷണമില്ലാതെ വിശന്ന് പൊരിഞ്ഞ് പെടഞ്ഞ് വീണ് മരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് മരിച്ചു എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം സുഭിക്ഷമായി നമ്മൾ ഭക്ഷിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ, ഇന്ന് സ്പെയിന് നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, എന്ന് അന്ന് വളരെയേറെ ക്ലേശിക്കുകയാണ്. അപ്പോൾ ഈ വിൻസെൻ്റ് ഡി പോൾ എന്ന് പറയുന്ന പുണ്യവാളൻ തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത കരുണ പ്രദർശിപ്പിക്കുകയാണ്. ആ ദേശം മുഴുവൻ സൂപ്പ് ശാലകൾ, ആളുകൾക്ക് ഫ്രീ ആയിട്ട് സൂപ്പ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും യാചിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ദൈവജനത്തിന് സൂപ്പ് വിതരണം ചെയ്യുന്നൊരു ശാലകൾ തുടങ്ങി. അങ്ങനെ സൂപ്പ് വിതരണം ചെയ്ത് ഒത്തിരിയേറെ ആളുകൾ ജീവൻ നിലനിർത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുക, പട്ടിണി കൊണ്ട് ഒരു സൈഡിൽ അത് 10,000-കണക്കിന് ആളുകൾ മരിച്ചു വീഴും. പട്ടിണി, ദാരിദ്ര്യം, പകർച്ചവ്യാധി കൊണ്ട് മരിച്ചു വീഴുകയാണ്. മരിച്ചു വീഴുന്ന ശവങ്ങൾ അത് മറവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് മറവ് ചെയ്യാതെ ആ ശവശരീരങ്ങൾ അഴുകി പുഴുക്കൾ വമിച്ച് ദേശം മുഴുവൻ ദുർഗന്ധം വമിക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധൻ കുറേ ആളുകളെ കൂട്ടി വയലുകളിലൊക്കെ നിറഞ്ഞു നിന്ന ശവങ്ങൾ എല്ലാം ഒരു സ്ഥലത്ത് കുഴിച്ചു മൂടി. ശവങ്ങളെല്ലാം മാറി. അപ്പോൾ അവിടെ കൃഷി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, കൃഷിക്കാരെ ഉദ്ധരിക്കണം, അതിന് സൗജന്യമായി വിത്ത് ദാനം ചെയ്യുന്നു. അങ്ങനെ എന്തെല്ലാം വിധത്തിൽ ദൈവജനത്തിന് കരുണ കൊടുക്കാവോ അതെല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഭൗതികമായ രീതിയിൽ വളർന്നു വരുമ്പോൾ വിശുദ്ധന് മനസ്സിലാക്കുകയാണ്, ദൈവജനത്തിൻ്റെ കൂദാശയില്ല, കുമ്പസാരമില്ല, അതുപോലെ വിശുദ്ധ കുർബാനയോട് ഭക്തിയില്ല. അപ്പോൾ സുവിശേഷവുമായി ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ജനത്തിന് പങ്കുവെച്ച് കൊടുത്തു. അങ്ങനെ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ്, ഇതാ അനാഥ ബാലന്മാർ, അനാഥ ബാലികമാർ, വൃദ്ധന്മാർ ഇങ്ങനെ ആരോരുമില്ലാതെ വഴിയിലൊക്കെ ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി അനാഥാലയങ്ങൾ തുടങ്ങി. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞോ അത് മുഴുവൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന വിൻസെൻ്റ് ഡി പോൾ നമുക്ക് കാണാം. ഇത് തന്നെയല്ലേ വിശുദ്ധ മദർ തെരേസ ചെയ്തത്. മദർ തെരേസ നോക്കി, ഇതാ തെരുവോരങ്ങളിലും അതുപോലെ കുപ്പത്തൊട്ടിയിലും ജനിച്ച് വീണ ചോര കുഞ്ഞുങ്ങൾ വരെ കിടക്കുകയാണ്. അനാഥര്, ദരിദ്രര്, ഒന്നുമില്ലാത്തവർ. തൻ്റെ ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത്? ദൈവത്തിൻ്റെ കരുണ വിശുദ്ധ മദർ തെരേസയിൽ നിറഞ്ഞു നിന്നുകൊണ്ട്. അതുകൊണ്ട് ആ ഒരു ദൈവ പൈതലിന് വേണ്ടി അപരൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആ അമ്മയ്ക്ക് യാതൊരു മടിയില്ല. ചിലരൊക്കെ അമ്മ കൈ നീട്ടിയപ്പോൾ കൈയിലേക്ക് കാർക്കിച്ച് തുപ്പി. അപ്പോൾ അവരോട് പരാതിയില്ല. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ചൊരിയാൻ ആ അമ്മയ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് നിറയണം എന്നാണ് ഓരോ വിശുദ്ധരും നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. റിച്ച് മേഴ്സി എന്ന് പറയുന്നൊരു ചാക്രികലേഖനത്തിൽ ഇങ്ങനെ എഴുതി, മനുഷ്യൻ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാനും അത് അനുഭവിക്കാനും വേണ്ടി മാത്രമല്ല യേശു പഠിപ്പിച്ചത്, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കൂടിയാണ് അവൻ പഠിപ്പിച്ചത്. അതായത് കരുണ സ്വീകരിച്ചാൽ മാത്രം പോരാ, നമ്മൾ കരുണയ്ക്ക് വേണ്ടി ദാഹിച്ചാൽ മാത്രം പോരാ, കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമുക്ക് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം. അങ്ങനെ ദൈവത്തിൻ്റെ കരുണ നമ്മളിലും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്ന ദൈവകരുണയുടെ വക്താക്കളായി നമ്മൾ മാറണം. അപ്പോൾ സ്വർഗം ഈ ഭൂമിയിലേക്ക് ഇറങ്ങും. ദൈവജനം എല്ലാം പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമുക്ക് കരുണയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള കരുണ നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നമുക്ക് കരുണ ലഭിക്കും. വീണ്ടും ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം അതിൽ 36-ാമത്തെ തിരുലിഖിതം, ലൂക്ക 6:36, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അതുകൊണ്ട് കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് പ്രാർത്ഥിക്കാം, കരുണയുള്ളവരായിത്തീരാം, സ്നേഹമുള്ളവരായിത്തീരാം. നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. ഈശോ ഈ തിരുനാൾ ദിവസം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവ് നമ്മുടെ രക്ഷിതാവായ യേശു സന്നിഹിതനാണ്. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് അപേക്ഷിക്കാം. ഇന്ന് ഈ സമയം രോഗികൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. കുട്ടികൾ ഓരോ വേദനകളും പറഞ്ഞ് പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾ സകല തകർച്ചകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ പീഡകളും അന്ധകാര പൈശാചിക ഉപദ്രവങ്ങളെല്ലാം ഏറ്റുപറയുക. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ട്, രക്ഷിക്കണമേ എന്ന് പറയുക. രക്ഷിക്കാൻ കഴിവുള്ളവനായ കർത്താവാണ് ഇപ്പോൾ നമ്മുടെ അരികിൽ വന്നിരിക്കുന്നത്. ആ സാക്ഷ്യത്തിൽ തലയിൽ വട്ടം മുടി പോയി ഫംഗസ് ബാധിച്ച കുട്ടിയുമായിട്ട് അമ്മ കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 2 കരങ്ങൾ ഉയർത്തുക. ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. എത്രമാത്രം ഹൃദയപൂർവ്വം കരയാമോ അത്രയും കരഞ്ഞ് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, ഹൃദയം നുറുങ്ങി. യേശുവേ, 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 രക്ഷിതാവേ, വിശ്വാസത്തോടെ ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് സ്നേഹനിധിയാണ്. യേശുവേ, അങ്ങയുടെ കരുണയോടെ എന്നെ പൊതിയണമേ. ആമേൻ.